ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും നെതീസ് കിച്ചണിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. പണിയൊന്നും ഇല്ലാത്ത ഒഴിവ് സമയങ്ങളിലൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പരീക്ഷിക്കണം കേട്ടോ. അങ്ങനെ പരീക്ഷിച്ച ഒരു ഐറ്റാട്ടോ ഇത്. നിങ്ങൾക്കിതിൻ്റെ റെസിപ്പി അറിയണ്ടേ? അതിന് ഞാനിതാ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതാ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് അതേ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് അരിപ്പൊടി കൂട്ടി കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ പത്തിരിക്കൊക്കെ മാവ് വാട്ടുന്ന പോലെ തന്നെ. മാവൊക്കെ വാട്ടിയതിന് ശേഷം അതിനെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ കൊട്ടി കൊടുക്കുകയാണ്. മാവ് കുഴയ്ക്കാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് 2 പുഴുങ്ങിയ പൊട്ടറ്റോ എടുത്തിട്ടുള്ളത്, അതിനെ ഒന്ന് ഉടച്ചെടുക്കണം. അങ്ങനെ ഞാനിത് അതിലേക്ക് ഉടച്ചെടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് കൈവച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുകയാണ്. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഞാനിത് അതുപോലൊരു ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പൊടിയിട്ടിട്ട് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം ഞാനിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതാ എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ. അതിനിതാ ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിന് അതിൻ്റെ മേലെ കൂടി കൊട്ടി കൊടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് നന്നായി ഇതാ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് റസ്ക് പൊടിയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. നന്നായി ഒന്ന് പരത്തിയതിന് ശേഷം അതിലേക്ക് 2 സ്പൂണ് കോൺഫ്ലവർ, എന്നിട്ട് രണ്ടും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടാണ് കേട്ടോ ഞാൻ മാവ് വെന്തത് ഇട്ട് കൊടുക്കുന്നത്. മാവെല്ലാം ഞാനിതാ റസ്ക് പൊടിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടി നന്നായി ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് വലിയ ജീരകട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി ഒന്ന് ചെറുതായി വാടി തുടങ്ങുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് കറുവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാണ്. ഉള്ളിയൊക്കെ നന്നായി മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ എണ്ണയിൽ നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ മാവിനെ അതിലേക്ക് അങ്ങോട്ട് കൊട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. പത്ത് മിനിറ്റ് നേരമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. മാവ് നന്നായി ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് വെളുത്ത എള്ളുമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ എന്താ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ, അസ്സലാമു അലൈക്കും.